നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ചേച്ചിയമ്മയുടെ കൂടെ കുഞ്ഞാവ് ഇന്ന് ഭയങ്കര ചിരിയും കളിയൊക്കെ ആട്ടോ. അപ്പോൾ ചേച്ചിയമ്മ രാവിലെ നിന്ന് കുഞ്ഞാവെ ടോയ്സൊക്കെ കാണിക്കുന്നു. ഭയങ്കര ചിരിയാ കുഞ്ഞാവ കവിഴാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് അവൾ കവിഴ്ന്ന് വരുന്നുണ്ട്. മഹതിക്കുട്ടി രാവിലെ അവളോട് വന്ന് കിടക്കുക. അത് രൂപമാണ് ഒരു കൈയിൽ. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും താമസം എഴുന്നേറ്റ്. അപ്പോൾ ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നേ ഉള്ളൂ. രാവിലെ മഹതിക്കുട്ടി വന്ന് മൃദുലക്കുട്ടീനെ സ്നേഹിക്കുകയും ചെയ്തു, കരിപ്പിക്കുകയും ചെയ്തു. അപ്പം രാവിലെ അതാണ് ഈ പണിയല്ലേ ഞങ്ങളുടെ വൈകുന്നത്. അപ്പോൾ രാവിലെ അമ്മമ്മ മഹതിനെ ഏൽപ്പിക്കുക. അവളല്ലേ കരിപ്പിച്ചോണ്ട് അമ്മമ്മ മഹതിരെ കുഞ്ഞാവെ കൈ കൊടുക്കുക. പിടിച്ചോണോ അമ്മി? അപ്പം മുട്ടക്കറി വെക്കാൻ ഓർത്തു. പുള്ളിയെല്ലാം അരിഞ്ഞപ്പോൾ ഇടയ്ക്ക് കുഞ്ഞു വഴക്കാണ് അങ്ങോട്ട് ഓടി വന്ന് പുള്ളും ഞാൻ അരിഞ്ഞ് കുറച്ച് മമ്മീനെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. ഇത് നന്നായിട്ട് മൂത്ത് വരട്ടെ. മുട്ടക്കറിയുടെ ഗ്രേവി തിളച്ച് വരുന്നുണ്ട്. നമുക്കിനി മുട്ട ചേർക്കാം. ചട്ടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പത്തിനുള്ള. അപ്പം അതും ചൂടായി. അപ്പം പോലും ചൂട്ടിടുക. അപ്പോൾ നമ്മുടെ അപ്പവുമായി മുട്ട ഇട്ട് കൊടുക്കാം. ഇനി മുട്ടക്കറിയും റെഡി ആയി കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞാൽ അപ്പവും മുട്ടക്കറിയും. ഇവിടെ പോയാലും എൻ്റെ പുറകെ വരും. ഞാൻ കാന്താരി ഇറങ്ങാണ്ട് ഇറങ്ങി. അപ്പം മേതക്കൂട്ടി എൻ്റെ കൂടെ ഇറങ്ങി. അവൾക്ക് അട്ടേനെയും ഇതിനൊക്കെ അവർക്ക് അട്ടയെ ഭയങ്കര പേടിയൊക്കെ. മേതക്കൂട്ടി പിടിച്ച് അവിടെ ഇരുത്തിയ കല്ലിപ്പിനെ അവൾ ഭയങ്കര വഴക്കാനോട് കാന്താരി പറിക്കാണ്ട് ഇറങ്ങിയത്. അപ്പോൾ കാന്താരി കുറവാണ് കേട്ടോ. ഇപ്പം എല്ലാം കുറേ കിളികൾ വന്ന് പറിച്ച് തിന്നു, കുറേ പൊഴിഞ്ഞു പോയി കേട്ടോ. അട്ട കാരണം ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല കേട്ടോ. അമ്മയെ മുകളിൽ പോയി വിളിച്ചോണ്ട് വന്നാൽ അട്ടയെ ഇനി അത് കളയണം. പറമ്പിൽ കിടക്കുന്ന അട്ടയ്ക്ക് പോലും സ്വാതന്ത്ര്യമില്ല. ഇയാൾ രാവിലെ വന്ന് മുഖമൊക്കെ തന്നിട്ട് പോവുക കേട്ടോ. പിള്ളേരെല്ലാം ബഹളം കാരണം പൂച്ചക്കുഞ്ഞ് പാവം കൊണ്ട് അവിടെ പോയി ഇരിക്കുക കേട്ടോ. ഇയാൾ രാവിലെ വന്ന് മുഖമൊക്കെ തന്നിട്ട് പോവുക കേട്ടോ. പിള്ളേരെല്ലാം ബഹളം കാരണം പൂച്ചക്കുഞ്ഞ് പാവം കൊണ്ട് അവിടെ പോയി ഇരിക്കുക കേട്ടോ. അവിയൽ റെഡിയായി. ഈ ചിക്കൻ കറിയും കൂടെ ഉള്ളൂ. കുഞ്ഞിടയ്ക്ക് വഴക്കായതുകൊണ്ട് ഇടയ്ക്ക് വീഡിയോസൊന്നും എടുക്കാൻ സാധിച്ചില്ല. അപ്പം അവിയൽ മമ്മി വെച്ചു. ഞാൻ ചിക്കൻ കറി വെക്കാൻ ഓർത്തു. അപ്പം ഇറച്ചിക്കുള്ള ഗ്രേവി ആദ്യം റെഡിയാക്കുക. ഫുൾ വീഡിയോസ് എനിക്ക് ഇന്നില്ല സാധിക്കില്ല. കാരണം കുഞ്ഞിടയ്ക്ക് ഭയങ്കര വഴക്കാവുള്ളത്. അപ്പം ഇടയ്ക്ക് ഞാൻ വെക്കും, പിന്നെ ഇടയ്ക്ക് മമ്മി വെക്കും. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ കുക്കിങ് ഫുള്ളും. ഞാൻ ഇതൊന്ന് വഴറ്റിയിട്ട് ചേർത്തിട്ട് വേണം എനിക്ക് കുഞ്ഞിനെ ഒന്ന് ഉറക്കാനായിട്ട്. അവൾ ഭയങ്കര വഴക്കാം. ഇനി പൊടികളെല്ലാം ചേർക്കാം. ഇപ്പോൾ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി നമുക്കിത് മൂടി വെക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട്, കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. ശകലം ഉപ്പിട്ടാൽ നമുക്കിനി ഇളക്കി മൂടി വെക്കാം. ഒരു അരമണിക്കൂർ മൂടി വെക്കുക. അപ്പോൾ വേഗട്ടെ. അപ്പോൾ തീ കുറച്ചിട്ടിട്ട് കറിയും റെഡിയായി. ഇന്നത്തെ ഊണെന്ന് പറഞ്ഞാൽ അവിയലും ചിക്കൻ കറിയും. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം കഴിച്ചു കഴിഞ്ഞാൽ രണ്ടും കൂടെ ഭയങ്കര കുസൃതിയാകും. ഒരുത്തി മോള് വലിഞ്ഞു കയറും കേട്ടോ. ഭയങ്കര കുസൃതിയാണ്. മേതക്കുട്ടി ഭയങ്കര കുസൃതി വന്നു. ഇപ്പം ഇവൾമാരിവിടെ ഉള്ളപ്പോൾ എൻ്റെ ഒരു പണി നടക്കത്തില്ല. ഇവിടെ എല്ലാം വലിച്ചു വരിടും. പിന്നെ ഫുള്ളും ക്ലീൻ ചെയ്യണം എനിക്ക്. ഇവൾമാരിവിടെ ഉണ്ടെങ്കിൽ ഇവൾമാർ സ്കൂളിൽ പോകുന്ന ദിവസം ശരിക്കും റെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇവൾമാരിവിടെ ഉള്ളപ്പോൾ ഒരിക്കലും റെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവൾമാർ ഫുള്ളും നിരത്തിയിടും. ഇപ്പം മേതക്കുട്ടി മഹതിയായിട്ട് ഭയങ്കര കുസ്തിയാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ പനീർച്ചാമ ഇങ്ങനെ കാച്ചെടുപ്പം കേട്ടോ. അപ്പം പറിക്കാമെന്ന് ഓർത്തു. കാണാം അവൾമാർ രണ്ടുപേരും നോക്കിയിരിക്കുക. ഇതിനി മൂത്താലും വെള്ളം കയറും മൊത്തം. അപ്പോൾ ഇത് രണ്ടെണ്ണം പറിക്കുക കേട്ടോ. പറിച്ചു കേട്ടോ. അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് കട്ടൻ കാപ്പി കുടിക്കുക.
അവന്മാരെല്ലാം അപ്പുറത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കാപ്പിയെ കുടിച്ചിങ്ങനെ ഇരിക്കാമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ കാപ്പിയൊക്കെ എടുത്തുവന്ന് ഇരിക്കുക. കുഞ്ഞാപ്പിനെ കുറച്ച് നേരത്തേക്ക് പായിടുക കേട്ടോ. അപ്പോൾ അവൾക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ ചുമ്മാ കിടക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം എപ്പോൾ അവിടെ കിടത്തുമ്പോൾ മകൾക്കൂട്ടി എവിടെ നിന്നാണെങ്കിലും ചാടിക്കയറി വരും കേട്ടോ. ഇവളുമാരെ സ്കൂളിൽ പോകുന്ന ദിവസം മാത്രമേ കുഞ്ഞാപ്പിക്ക് കിടക്കാൻ വരുള്ളൂ. അപ്പം ഒരു കോഴി വന്ന് ഇരിക്കുന്നുണ്ടോ, അത് ചില സമയങ്ങളിൽ കാണാൻ പറ്റും ഇതിലിങ്ങനെ നടക്കുന്നു. അപ്പോൾ ഇന്ന് ഒന്നേ ഉള്ളൂ, ചില സമയത്തൊക്കെ ഒത്തിരി ഒന്നും പറഞ്ഞിരിക്കാം. അതങ്ങ് പറന്ന് അങ്ങോട്ട് പോയി കേട്ടോ. ഇന്ന് ഒരെണ്ണേ ഉള്ളൂ, പക്ഷേ സാധാ ദിവസമൊക്കെ നിറച്ചും കാണാൻ കണ്ടതിൽ. അത് കണ്ടതിലതായി കോഴി ഇഷ്ടം വേണ്ട. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.